പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബിസിനസ് സ്റ്റഡീസ് അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന വിഷയത്തിലെ ഓർഗനൈസിംഗ് എന്ന ചാപ്റ്റർ എന്ന പാഠഭാഗത്തിൻ്റെ 19ാമത്തെ ഈ ലക്കത്തിൽ പാർട്ട് 19ൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പാരിസൺ ഓഫ് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന ടോപ്പിക്കാണ്. അതായത് ഡെലിഗേഷൻ്റെ 3 എലമെൻറ്റുകൾ, ഘടകങ്ങളായ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തു. ഇത് മൂന്നും തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി, അവയുടെ ഡിഫറൻസുകളും സാമ്യതകളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും A to Z ജാലകം യൂട്യൂബ് ചാനലിലെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഓക്കെ, നമുക്ക് ടോപ്പിക്കിൽ കിടക്കാം. ആദ്യം 4 കോളംസ് പ്രൊവൈഡ് ചെയ്യുന്നു. അത് 3 കമ്പയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് കോളം ബേസിസ് ഓഫ് ഡിഫറൻസ് അല്ലെങ്കിൽ ബേസിസ് ഓഫ് കമ്പാരിസൺ, സെക്കൻഡ് കോളം അതോറിറ്റി, തേർഡ് കോളം റെസ്പോൺസിബിലിറ്റി ആൻഡ് ഫോർത്ത് കോളം അക്കൗണ്ടബിലിറ്റി. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് ഇത് പല രൂപത്തിൽ ചോദിക്കാറുണ്ട്. ഇതിലേതെങ്കിലും രണ്ടെണ്ണം, അതോറിറ്റി റെസ്പോൺസിബിലിറ്റി തമ്മിലുള്ള വ്യത്യാസങ്ങൾ കമ്പാരിസൺ, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടബിലിറ്റി തമ്മിലുള്ള വ്യത്യാസങ്ങൾ കമ്പാരിസൺ, അല്ലെങ്കിൽ ഇത് മൂന്നും കൂടെ, അങ്ങനെ പല രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിനനുസരിച്ച് വിദ്യാർത്ഥികൾ അവരുടെ യുക്തം പോലെ അത് കോളം വൈസ്, 2 അല്ലെങ്കിൽ 3 കോളം മതി ബേസിസും ആ 2 കോളം. അപ്പോൾ അതുപോലെ മാർക്കിനനുസരിച്ച് 2 മാർക്കിനോ 3 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കുന്നതെങ്കിൽ ആ മാർക്കിനും ചോദ്യത്തിനും അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യുക. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇനി കമ്പാരിസൺ, ഫസ്റ്റ് പോയിൻറ്റ് ഓൺ ദി ബേസിസ് ഓഫ് മീനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലുള്ള കമ്പാരിസൺ. അതോറിറ്റിയിൽ ഇറ്റ് ഈസ് ദ റൈറ്റ് ഓർ പവർ ടു കമാൻഡ് ആൻഡ് ടേക്ക് ആക്ഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അതായത് കമാൻഡ് ചെയ്യാനും, കീഴുദ്യോഗസ്ഥരോട് കമാൻഡ് ചെയ്യാനും അതനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ആക്ഷൻ എടുക്കാനുമുള്ള ഒരു വ്യക്തിയുടെ റൈറ്റ്, അവകാശം അല്ലെങ്കിൽ പവർ, അധികാരം, അതിനാണ് അതോറിറ്റി എന്ന് പറയുന്നത്. എന്നാൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേഷൻ ടു പെർഫോം അസൈൻഡ് ടാസ്ക്, ഏൽപ്പിക്കപ്പെട്ട, മേലുദ്യോഗസ്ഥർ ഏൽപ്പിച്ചിട്ടുള്ള, അതുപോലെ ഏൽപ്പിക്കപ്പെട്ട ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക, പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ആ കടപ്പാട്, അതിനാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. എന്നാൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻസറബിലിറ്റി ഫോർ ദ ഫൈനൽ ഔട്ട്കം ഓഫ് അസൈൻഡ് ടാസ്ക്, ഏൽപ്പിക്കപ്പെട്ട ടാസ്ക് പൂർത്തീകരിച്ച് അതിൻ്റെ ഫൈനൽ ഔട്ട്കമ്മിനെ സംബന്ധിച്ച്, റിസൾട്ടിനെ സംബന്ധിച്ച് കണക്ക് പറയേണ്ടതായ അവസ്ഥ, അല്ലെങ്കിൽ മറുപടി പറയേണ്ടതായ ആ ഒരു ബാധ്യത അവസ്ഥ, അതിനാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് പോയിൻ്റ് ഓഫ് കമ്പാരിസൺ, ഒബ്ജക്റ്റീവ്, ലക്ഷ്യം. അതോറിറ്റി ടു റെഡ്യൂസ് ദ വർക്ക് ലോഡ് ഓഫ് മാനേജറുടെ അല്ലെങ്കിൽ സുപ്പീരിയറുടെ വർക്ക് ലോഡ് കുറയ്ക്കുക, മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് അതോറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെസ്പോൺസിബിലിറ്റിയുടെ ലക്ഷ്യം, ഒബ്ജക്റ്റീവ്, ടു ഡിഫൈൻ ദ ഡ്യൂട്ടീസ് ഓഫ് സബോർഡിനേറ്റ്, കീഴുദ്യോഗസ്ഥരുടെ ഡ്യൂട്ടികൾ എന്തൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്യുക, ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്, റെസ്പോൺസിബിലിറ്റിയുടെ ഉദ്ദേശം. അക്കൗണ്ടബിലിറ്റിയുടെ ഒബ്ജക്റ്റീവ്, ടു ഗെറ്റ് ഫീഡ്ബാക്ക് ഓൺ ഫൈനൽ ഔട്ട്കം ഓഫ് അസൈൻഡ് ടാസ്ക്, അതായത് ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടി, അതിൻ്റെ പൂർത്തീകരണത്തെ സംബന്ധിച്ച്, അതിൻ്റെ ഔട്ട്കം, ഫൈനൽ റിസൾട്ടിനെ സംബന്ധിച്ച് ഒരു ഫീഡ്ബാക്ക്, ഒരു ഇൻഫർമേഷൻ തിരിച്ച് ഇങ്ങോട്ട് ലഭ്യമാവുക, ഒരു റിപ്പോർട്ട് ലഭ്യമാക്കുക എന്നുള്ളതാണ് അക്കൗണ്ടബിലിറ്റിയുടെ ലക്ഷ്യം. തേർഡ് പോയിൻറ്റ്, ഡെലിഗേഷൻ, അതായത് ഏൽപ്പിച്ചു കൊടുക്കൽ. അതോറിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ്, അതോറിറ്റി അധികാരം നമുക്ക് എന്ത് ചെയ്യാം, ഡെലിഗേറ്റ് ചെയ്യാം, കീഴുദ്യോഗസ്ഥർക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. റെസ്പോൺസിബിലിറ്റി കനോട്ട് ബി എൻറ്റയർലി ഡെലിഗേറ്റഡ്, റെസ്പോൺസിബിലിറ്റിയുടെ ഉത്തരവാദിത്വം എന്നുള്ളത് ഏൽപ്പിച്ചു കൊടുക്കാം, പക്ഷേ കനോട്ട് ബി എൻറ്റയർലി ഓർ ഫുള്ളി ഡെലിഗേറ്റഡ്, കംപ്ലീറ്റ്ലി ഡെലിഗേറ്റഡ്, പൂർണ്ണമായും മുഴുവനായും ഏൽപ്പിച്ചു കൊടുക്കാൻ സാധ്യമല്ല റെസ്പോൺസിബിലിറ്റി. എന്നാൽ അക്കൗണ്ടബിലിറ്റി കനോട്ട് ബി ഡെലിഗേറ്റഡ്, അക്കൗണ്ടബിലിറ്റി ഒരിക്കലും, ആൻസറബിലിറ്റി അതൊരിക്കലും ഡെലിഗേറ്റ് ചെയ്യാൻ സാധ്യമല്ല. ദെൻ ഫോർത്ത് പോയിൻ്റ് ഓഫ് കമ്പാരിസൺ, നേച്ചർ, അതായത് സ്വഭാവം. അതോറിറ്റി ഈസ് ഫ്ലെക്സിബിൾ, അതോറിറ്റി എന്നുള്ളത് ഫ്ലെക്സിബിളാണ്, അയവുള്ളതാണ്. കാരണം ഇറ്റ് ക്യാൻ ബി ഡെലിഗേറ്റഡ്, അത് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും, കീഴുദ്യോഗസ്ഥർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും. നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത പോയിൻ്റ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഫ്ലെക്സിബിളാണ്. ഇനി റെസ്പോൺസിബിലിറ്റിയുടെ കാര്യത്തിൽ പാർഷ്യലി ഫ്ലെക്സിബിൾ, ഇത് ഭാഗികമായിട്ട് ഫ്ലെക്സിബിളാണ്. കാരണം ഇറ്റ് കനോട്ട് ബി എൻറ്റയർലി ഡെലിഗേറ്റഡ്, ഇത് പൂർണ്ണമായും മുഴുവനായും റെസ്പോൺസിബിലിറ്റി മുഴുവനായും പൂർണ്ണമായും ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല, പാർഷ്യലി, ഭാഗികമായിട്ട് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, പാർഷ്യലി ഫ്ലെക്സിബിളാണ്. ദെൻ അക്കൗണ്ടബിലിറ്റി, ഇറ്റ് ഈസ് റിജിഡ്, ഇത് റിജിഡാണ്, കർക്കശമാണ്. നോട്ട് ഫ്ലെക്സിബിൾ അല്ല, കാരണം ഇറ്റ് കനോട്ട് ബി ഡെലിഗേറ്റഡ്, ഇത് ഡെലിഗേറ്റ് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇതെന്താണ്, ഫ്ലെക്സിബിൾ അല്ല, റിജിഡാണ്. അപ്പോൾ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഫ്ലെക്സിബിൾ, പാർഷ്യലി ഡെലിഗേറ്റ് ചെയ്യുന്നത് പാർഷ്യലി ഫ്ലെക്സിബിൾ, ഡെലിഗേറ്റ് ചെയ്യാൻ സാധിക്കാത്തത് നോട്ട് ഫ്ലെക്സിബിൾ, അതായത് റിജിഡ്. ഫിഫ്ത്ത് പോയിൻറ്റ്, ഒറിജിൻ,
അതായത് ഒറിജിൻ, അതായത് ഉണ്ടായിത്തീരുന്നത് അല്ലെങ്കിൽ നിർഗമിക്കുന്നത്, ഉരുത്തിരിഞ്ഞു വരുന്നത്. അതോറിറ്റി അറൈസസ് ഫ്രം ഫോർമൽ പൊസിഷൻ ഇൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിലെ ഔദ്യോഗിക അല്ലെങ്കിൽ ഔപചാരിക പൊസിഷനിൽ നിന്ന്, പദവിയിൽ നിന്ന് അതിൻ്റെ ഫലമായിട്ട് ഉണ്ടായിത്തീരുന്നതാണ് അതോറിറ്റി, അധികാരം. അപ്പോൾ അവരുടെ മാനേജർ ലെവലിൽ ആ ലെവലിൻ്റെ പൊസിഷൻ അനുസരിച്ചാണ് അധികാരം. ഏറ്റവും CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കുള്ള അധികാരം പ്രൊഡക്ഷൻ മാനേജർക്ക് ഉണ്ടാവില്ല. പ്രൊഡക്ഷൻ മാനേജർ അധികാരം അതിൻ്റെ താഴെയുള്ള സൂപ്പർവൈസർക്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ പൊസിഷൻ അനുസരിച്ച് ഉണ്ടായിത്തീരുന്നതാണ് അതോറിറ്റി. എന്നാൽ റെസ്പോൺസിബിലിറ്റി ഇറ്റ് അറൈസസ് ഫ്രം ഡെലിഗേറ്റഡ് അതോറിറ്റി. ഏൽപ്പിച്ച് നൽകപ്പെട്ട അതോറിറ്റിയുടെ ഭാഗമായി അതിൽ നിന്നും ഉണ്ടായിത്തീരുന്നതാണ് എന്ത്? റെസ്പോൺസിബിലിറ്റി അഥവാ ഉത്തരവാദിത്തം എന്നുള്ളത്. ഇനി അക്കൗണ്ടബിലിറ്റി ഇറ്റ് അറൈസസ് ഫ്രം റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും ഉണ്ടായിത്തീരുന്നതാണെന്ത്? അക്കൗണ്ടബിലിറ്റി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ ഫോർമൽ പൊസിഷനിൽ, ആ പൊസിഷനിൽ നിന്നുണ്ടായിത്തീരുന്ന അതോറിറ്റിയിൽ നിന്ന് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്നു. റെസ്പോൺസിബിലിറ്റിയിൽ നിന്നാണെന്ത്? അക്കൗണ്ടബിലിറ്റി ഉണ്ടാകുന്നത്. ഇനി 6th പോയിൻ്റ് ഓഫ് കമ്പാരിസൺ, ഫ്ലോ, ഒഴുക്ക്. അതോറിറ്റി ഫ്ലോസ് ഡൗൺവേർഡ്. അതോറിറ്റി കീഴോട്ടാണ്, താഴോട്ടാണ് ഒഴുകുന്നത്. ദാറ്റ് ഈസ് ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ്സ്. സുപ്പീരിയർ മേലുദ്യോഗസ്ഥരിൽ നിന്ന് കീഴ് ജീവനക്കാരിലേക്കാണ് അതോറിറ്റി, അധികാരം താഴോട്ടാണ് പ്രയോഗിക്കുന്നത്. എന്നാൽ റെസ്പോൺസിബിലിറ്റി ഫ്ലോസ് അപ്വേർഡ്സ്. റെസ്പോൺസിബിലിറ്റി മുകളിലോട്ടാണ് ഒഴുകുന്നത്, നീങ്ങുന്നത്. ദാറ്റ് ഈസ് ഫ്രം സബോർഡിനേറ്റ് ടു സുപ്പീരിയർ. സബോർഡിനേറ്റ് കീഴ് ജീവനക്കാരിൽ നിന്ന്, കീഴ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മേലുദ്യോഗസ്ഥരിലേക്ക്, മേൽ ജീവനക്കാരിലേക്ക്. ദെൻ അക്കൗണ്ടബിലിറ്റി ഫ്ലോസ് അപ്വേർഡ്. അക്കൗണ്ടബിലിറ്റിയും അപ്വേർഡാണ്. റെസ്പോൺസിബിലിറ്റി പോലെ തന്നെ മുകളിലോട്ടാണ് ഒഴുകുന്നത്. ഫ്രം സബോർഡിനേറ്റ് ടു സുപ്പീരിയർ. കീഴ് ജീവനക്കാരിൽ നിന്നും മേലുദ്യോഗസ്ഥരിലേക്ക്. കീഴ് ജീവനക്കാരാണ് മറുപടി പറയേണ്ടത്, മേലുദ്യോഗസ്ഥരോട് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി അതോറിറ്റി താഴോട്ടാണ്, ഡൗൺവേർഡാണ്. റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും അപ്വേർഡാണ് ഫ്ലോ ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇതിന് അനുബന്ധമായിക്കൊണ്ട് കൺക്ലൂഷൻ ആയിക്കൊണ്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ അവസാന ഭാഗത്ത് പറഞ്ഞ ഒരു പോയിൻ്റ് കൂടെ ഇവിടെ പറയാം. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി. അതോറിറ്റിയിൽ നിന്ന് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കുന്നു. റെസ്പോൺസിബിലിറ്റി ഈസ് ഡിറൈവ്ഡ് ഫ്രം അതോറിറ്റി. അക്കൗണ്ടബിലിറ്റി ഈസ് ഡിറൈവ്ഡ് ഫ്രം റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെ മറ്റൊന്നും കൂടെ, അതോറിറ്റി ഈസ് ഡെലിഗേറ്റഡ്. അധികാരം എന്നുള്ളത് ഡെലിഗേറ്റ് ചെയ്തു കൊടുക്കുന്നു, ചെയ്യപ്പെടുന്നു, ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്നു. റെസ്പോൺസിബിലിറ്റി ഈസ് അസ്യൂംഡ്. ഉത്തരവാദിത്വം എന്നുള്ളത് സ്വീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഏറ്റെടുക്കപ്പെടുന്നു. ആൻഡ് അക്കൗണ്ടബിലിറ്റി ഈസ് ഇമ്പോസ്ഡ്. കണക്ക് പറയൽ എന്നുള്ളത്, ആൻസറബിലിറ്റി എന്നുള്ളത് ചുമത്തപ്പെടുന്നു. അപ്പോൾ ഇവ തമ്മിലൊരു കമ്പാരിറ്റീവ് സ്റ്റഡി ആയിട്ട്, കമ്പാരിസണായിട്ട് നമുക്ക് എഴുതി വെക്കാവുന്നതാണ്. ഇത്രയുമാണ് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി എന്നിവയ്ക്കിടയിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി, സാമ്യതകളും വ്യത്യാസങ്ങളും. ഇനി നമുക്ക് ഇതിന് തുടർച്ചയായിക്കൊണ്ട് അടുത്ത ടോപ്പിക്കിൽ, അതായത് ഓർഗനൈസിങ് എന്ന ചാപ്റ്ററിലെ പാർട്ട് 20 20ാമത്തെ ലക്കത്തിൽ എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിസെൻട്രലൈസേഷൻ. അതായത് ഡിസെൻട്രലൈസേഷൻ എന്ന ടോപ്പിക്കാണ്, അതായത് വികേന്ദ്രീകരണം എന്നുള്ളതാണ്. ആ ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ലക്കത്തിൽ വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.